ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കൊച്ചു സൺഡേ മോർണിംഗ് വ്ളോഗാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ കണ്ടാലോ. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ പല്ലൊക്കെ തേച്ച് ചായയും കുടിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണിക്കാൻ പറ്റിയില്ല, സോറി. പിന്നെ അതിനുശേഷം ഞാൻ റൂമിൽ നിന്ന് പുറത്തിറക്കിയപ്പോൾ തന്നെ അച്ഛൻ്റെ വാവയെടുത്ത് കൊഞ്ചുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പം അതിനുശേഷം നേരെ അടുക്കളയിൽ പോയപ്പോഴേക്കും അമ്മ പണികൾ തീർത്ത് വച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മീൻ കറിയൊക്കെ തിളയ്ക്കാറായി, അപ്പോൾ അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അമ്മ ഇന്ന് നമുക്ക് ബീഫ് കറിയാണ്, അപ്പം ബീഫൊക്കെ അമ്മ വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ക്യാറ്റ് തോരനുള്ള ഇതൊക്കെ അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിന്ന് കഴിക്കാൻ പുട്ടാണ് ഗൈസ്. അപ്പോൾ പുട്ട് അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ അടുക്കളയിലെ പുറവശമാണ്. അടുക്കളയിൽ നമ്മൾ നേരെ അടുക്കളയിട്ട് പോകുമ്പോൾ പുറവശം തുറന്നിടാറുണ്ട്. അപ്പോൾ നമുക്കത് ഒരു അന്തരീക്ഷം നല്ലൊരു ഭംഗിയാണ് കാണാൻ. നമ്മുടെ ചുറ്റുവട്ടം കാണാൻ നല്ലൊരു ഭംഗിയാണ്. പച്ചപ്പച്ചാന്നിരിക്കും. നമ്മുടെ പച്ചപ്പൂവെന്ന് പറഞ്ഞാൽ പച്ചപ്പച്ചാന്നിരിക്കും. അപ്പോൾ ഞാൻ ഫ്രണ്ട് ഒന്നുകൂടെ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ഫ്രണ്ട് ഇതാണ് കേട്ടോ. നമ്മുടെ ഫ്രണ്ട് ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ പുറത്തിറങ്ങിയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാം. നമ്മൾ ആരുടെ ശല്യവും ഇല്ലാതെ നമുക്ക് മനസ്സ് ഒത്തിരി കൂളായിട്ടിരിക്കാം, ഫ്രീ ആയിട്ടിരിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചതിന് ശേഷം നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോകാം. അടുക്കളയിൽ പോയപ്പോൾ അമ്മ വീണ്ടും പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ അടുക്കളയിൽ അമ്മ ജോലിക്കുന്ന സമയത്ത് നമ്മൾ പോയാലും അമ്മ മൈൻഡ് വയ്ക്കാറില്ല. കാരണം നീ ആര് ഞാൻ ആര്, അങ്ങനെ ലുക്കിലാണ് അമ്മ. എൻ്റെ പണി തീർന്നാൽ ഞാൻ എൻ്റെ അടുത്ത് മിണ്ടുകയുള്ളൂ. ആ ലുക്കിലാണ് അമ്മ എപ്പോഴും ഇരിക്കാറ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നൊരു കവറിൽ പച്ചമുളകുണ്ട്, അതെടുത്ത് ബോട്ടിലാക്കി വയ്ക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ അതേപോലെ എടുത്ത് നമ്മുടെ ബോട്ടിലാക്കി വയ്ക്കുകയും അതിപ്പോൾ നമ്മൾ സ്റ്റോറിലാക്കി വയ്ക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു പപ്പടം പൊരിച്ച് തരാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ്, എന്താ പറ്റാത്തത്, ഇപ്പോൾ ചെയ്യാമല്ലോ. അമ്മമാരെ സഹായിക്കാനും നമ്മളുള്ളത്, നമുക്ക് വേറെ എന്താ പരിപാടി. അപ്പോൾ നമ്മൾ ഈ കൊച്ചു പണികൾ ഞാൻ ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ മൊത്തത്തിൽ ഞാൻ ജോലി ചെയ്യാറില്ല, അത് വേറെ വിഷയം. അപ്പോൾ അതേപോലെ നമ്മൾ അത് പച്ചമുളകത്ത് നമ്മൾ ബോട്ടിലാക്കി വെച്ച് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അമ്മ എന്നെ എന്തൊക്കെയോ പറയുന്നത്, നിനക്ക് എന്തൊരു 10 മണിക്കാണ് രാവിലെ ആയത്, നേരത്തെ പെൺകുട്ടികളായ നേരത്തെ എണീച്ചൂടി, അങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ഒന്നും മൈൻഡ് വയ്ക്കാറില്ല, അത് സ്വാഭാവികം. അതിനുശേഷം അമ്മ പപ്പടം പൊരിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ അത് ഗ്യാസൊക്കെ എടുത്ത് വെച്ച് നമ്മുടെ അപ്പച്ചട്ടിലാണ് കേട്ടോ നമ്മൾ പപ്പടം പൊരിക്കാൻ പോകുന്നത്. നമുക്ക് സിമ്പിൾ പരിപാടി, നമ്മൾ അങ്ങനെ ടഫുള്ള പരിപാടി ഒന്നും ഏറ്റെടുക്കാറില്ല. നമ്മൾ എപ്പോഴും സിമ്പിൾ പരിപാടിയാണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ പുള്ളിക്കാരൻ്റെ അടുത്തൊരു കാര്യം മറച്ചു വെച്ചു. കാരണം എന്ന് വെച്ചാൽ അമ്മ ചോറ് പിടിക്കുന്ന സമയത്ത് കഞ്ഞിവെള്ളം കൊണ്ട് അമ്മയുടെ കൈ പൊള്ളിപ്പോയി. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞില്ല. അപ്പോൾ അത് ചൂട് കൊണ്ട് തന്നെ അമ്മ വീണ്ടും ആ തോരൻ കിണ്ടിയപ്പോഴേക്കും ആ പുള്ളിക്കാർക്ക് വേദന കൂടുമ്പോഴാണ് ഈ ജോലിക്കുന്ന സമയത്ത് അമ്മ കൈ കുടഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും അപ്പം അമ്മ പറയാണ് കഞ്ഞിവെള്ളം കൊണ്ടെന്ന്. അപ്പോൾ ഞാൻ പറയാം എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല. കാരണം എനിക്കെന്നല്ല മിക്കവർക്കും അങ്ങനെ ആയിരിക്കും. മാതാപിതാക്കൾ എന്തെന്ന് പറയുമ്പോൾ ചില മക്കൾ സഹിക്കത്തില്ല. അപ്പോൾ ആ കാറ്റഗറിയിലുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ ഇത് അമ്മയ്ക്ക് നേരത്തെ കൊണ്ടുവന്ന് അമ്മ എൻ്റെ അടുത്ത് പറയരുത്, ഇനി അമ്മയെ ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ല. കാരണം കൈ പൊള്ളി ചൂട് കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വീണ്ടും ചൂട് കൊള്ളുമ്പോൾ ആൾക്ക് വേദന കൂടും. ഇത് ആളെൻ്റെ അടുത്ത് പറയാതിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ അമ്മയെ വഴക്കും പറഞ്ഞു കേട്ടോ. എന്തിനിങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ ബാക്കിയുള്ള ജോലി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അമ്മ കേട്ടില്ല കേട്ടോ. അപ്പോൾ അമ്മയാണ് എല്ലാം ചെയ്യണത്. പുള്ളിക്കാർക്ക് ഞാൻ ചെയ്യുമ്പോൾ ടേസ്റ്റ് ഇല്ല, ഗുണമില്ല എന്ന് പുറ്റി പറയുള്ളൂ. പക്ഷെ അയാൾ ചെയ്യുമ്പോൾ തൃപ്തിയോടെ അയാൾക്ക് മറ്റുള്ളവർ ഫുഡ് കഴിക്കും. ആ ചിന്തയെ പുള്ളിക്കാർ എപ്പോഴും ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ഇല്ല ഞാൻ ചെയ്തോളാം, നീ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പപ്പടങ്ങളൊക്കെ പൊരിച്ചെടുക്കുകയാണ് കേസ്. അപ്പോൾ പപ്പടമൊക്കെ പൊരിച്ച് അമ്മ ഇങ്ങനെ കൈ കൊടുമ്പോഴേക്കും എനിക്ക് സങ്കടം തോന്നുന്നു, അയ്യോ ഇങ്ങനെ പറ്റിയെന്ന് പറഞ്ഞിട്ട്. പക്ഷേ പുള്ളിക്കാർ ഒരു ഇതില്ലാതെ പുള്ളിക്കാർ ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് എന്തിന് പറ്റിയാലും കുഴപ്പമില്ല, ഞാൻ ചെയ്യാൻ തന്നെ ചെയ്യാം, ആ ലുക്കിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ പപ്പടവും പൊരിച്ചെടുത്ത് കേട്ടോ. നമ്മളിന്ന് തോരൻ അമ്മ വച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ പപ്പടം പൊരിക്കുകയാണ് കേട്ടോ. യെസ്, അപ്പോൾ എല്ലാം പപ്പടവും ഞാൻ എടുക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അമ്മയെ കൂടുകയാണ്. ഞങ്ങൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ എൻ്റെ അമ്മയെ അടുക്കളയിൽ കയറി എപ്പോഴെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാവാറുണ്ട്, അത് സ്വാഭാവികമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ് കേൾക്കാത്തൊന്നും അമ്മയെ വഴക്ക് പോകുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എല്ലാം പപ്പടം പൊറിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു പപ്പടം എടുത്ത് ഞാൻ കഴിച്ചു. കാരണം എന്ന് വെച്ചാൽ അമ്മ വേറെ വീട്ടിൽ ഫുഡ് കഴിക്കാതെ അങ്ങനെ പപ്പടം കഴിച്ചുകൂടാ എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെ ഞാൻ എന്നാലും കേൾക്കാതെ അമ്മ കണ്ടത് ഒരു കടി വെച്ചു. ആ പപ്പടം കഴിച്ചതിന് ശേഷം അമ്മ എനിക്ക് പുട്ടും ബീഫും പപ്പടം തന്നു. അത് ഞാൻ കഴിച്ചു. അത് കഴിച്ചതിന് ശേഷമാണ് കുഞ്ഞിനെ കുളിപ്പിക്കാനുണ്ട്. അമ്മ എപ്പോഴും എൻ്റെ അടുത്ത് പറയാമെന്ന് വെച്ചാൽ നീ ഫുഡ് കഴിച്ചിട്ട് വേണം പിള്ളേരുടെ കാര്യങ്ങൾ നോക്കാൻ, ഇല്ലെങ്കിൽ നിനക്ക് ഒരുപാട് സമയങ്ങൾ എടുക്കാം. അപ്പോൾ അമ്മ എപ്പോഴും ഫുഡ് കഴിച്ചതിന് ശേഷം തന്നെ പിള്ളേരിനെ കുളിപ്പിക്കാൻ സമയത്തുള്ളൂ. അപ്പോൾ ഞാൻ കുളിപ്പിച്ചതിന് ശേഷം അവനെ ഉറക്കെടുത്ത് അവനെ റെഡിയാക്കിയാലേ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. സമാധാനത്തോടെ ചെയ്യാൻ പറ്റില്ല, ഇനി ചുമ്മാ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളിന്ന് സണ്ടത്തം പോകുന്നത് വ്ളോഗ്. പിന്നെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്, വീട് ക്ലീനാക്കുന്നതൊക്കെ ചെയ്യണം, അതൊക്കെ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല, സോറി.
കാരണം ഒരുത്തൻ കയ്യിലിരിക്കുകയും പിന്നെ ഒരുത്തന് ആഹാരം കൊടുക്കുകയും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ 2 കുട്ടികളുള്ളത് കൊണ്ട് ഒത്തിരി മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ബൈ.